ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA കമ്പൽസറി പേപ്പറായ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിലെ രണ്ടാമത്തെ ബ്ലോക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അതേപോലെ ഈ ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ PDF ആയിട്ടുണ്ട്. അത് പെയ്ഡാണ്. അതുപോലെ നോട്ട്സും EVS, വേൾഡ് ഹിസ്റ്ററി, ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്നിവയുടെ മലയാളം നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പെയ്ഡ് നോട്ട്സാണ്. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോ ക്ലാസ്സിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പിൽ വരും. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് യൂണിറ്റിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഹു കോയിൻഡ് ദ ടേം ഇക്കോളജി? ഇക്കോളജി അഥവാ പരിസ്ഥിതി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ആൻസർ ജർമ്മൻ ജീവശാസ്ത്രജ്ഞനായ ഏണസ്റ്റ് ഹാക്കൽ. രണ്ടാമത്തത് ഹു മേക്സ് ഇറ്റ്സ് ഓൺ എനർജി ഇൻ ഫുഡ് ചെയിൻ? ആരാണ് ഭക്ഷണ ശൃംഖലയിൽ സ്വന്തം ഊർജ്ജം ഉണ്ടാക്കുന്നവർ? ആൻസർ ഉൽപാദക ജീവികൾ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ഓർഗാനിസംസ്. മൂന്നാമത്തത് വിച്ച് ഈസ് ദ ലാസ്റ്റ് ലെവൽ ഓഫ് എ ഫുഡ് ചെയിൻ? ഭക്ഷ്യശൃംഖലയിലെ അവസാനത്തെ ലെവൽ ഏതാണ് അല്ലെങ്കിൽ കണ്ണി ഏതാണ്? ആൻസർ ഡീകമ്പോസേഴ്സ് അഥവാ വിഘാടകർ. 4 ഹു പ്രൊപ്പോസ്ഡ് ദ ടേം ഇക്കോസിസ്റ്റം? ആരാണ് ഇക്കോസിസ്റ്റം എന്ന പദം നിർദ്ദേശിച്ചത്? ആൻസർ AG ടാൻസ്ലെ. 5 വാട്ട് ഈസ് കോൾഡ് ദ നാച്ചുറൽ റെസിഡൻസ് ഓഫ് എവരി ഓർഗാനിസം? എല്ലാ ജീവജാലങ്ങളുടെയും സ്വാഭാവിക വസതി എന്ന് വിളിക്കുന്നത് എന്താണ്? ആൻസർ ആവാസ വ്യവസ്ഥ, ഹാബിറ്റാറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വെറൈറ്റി ഓഫ് ലിവിങ് ഓർഗാനിസംസ് കോൾഡ്? ജീവജാലങ്ങളുടെ വൈവിധ്യത്തെ എന്താണ് വിളിക്കുന്നത്? ആൻസർ ബയോഡൈവേഴ്സിറ്റി അഥവാ ജൈവ വൈവിധ്യം. 7 ഹു ഡെവലപ്ഡ് ഇക്കോളജിക്കൽ പിരമിഡ്സ് ഫോർ ദ ഫസ്റ്റ് ടൈം? ആരാണ് ആദ്യമായി പാരിസ്ഥിതിക പിരമിഡുകൾ വികസിപ്പിച്ചത്? ആൻസർ ബ്രിട്ടീഷ് പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ചാൾസ് എൽട്ടൺ. അടുത്തത് വാട്ട് ഈസ് പ്രൊഡ്യൂസേഴ്സ്? എന്താണ് ഉൽപാദകർ? ആൻസർ സ്വന്തം ഭക്ഷണം ഉണ്ടാക്കാൻ സൂര്യപ്രകാശം ഉപയോഗിക്കുന്ന ജീവി വിഭാഗം. ഇത്രയാണ് അതിൽ നിന്ന് വരുന്ന 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഇനി അതിലെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. വാട്ട് ഈസ് ഫുഡ് ചെയിൻ? വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഫുഡ് ചെയിൻസ്? എന്താണ് ഭക്ഷ്യശൃംഖല? വിവിധതരം ഭക്ഷ്യശൃംഖലകൾ ഏതെല്ലാമാണ്? നോട്ടിലുണ്ട്, നോക്കിയിട്ട് പഠിക്കുക. രണ്ടാമത്തെ ഡിഫൈൻ ഇക്കോളജി, പരിസ്ഥിതി ശാസ്ത്രം നിർവചിക്കുക. അതും നോട്ടിൽ ഹെഡിങ്ങിൽ തന്നിട്ടുണ്ട്, നോക്കിയിട്ട് പഠിക്കുക. 3 ഡിസ്ക്രൈബ് അബയോട്ടിക് ആൻഡ് ബയോട്ടിക് കോമ്പണൻസ് ഗീവ് എക്സാമ്പിൾസ്. അബയോട്ടിക് ബയോട്ടിക് ഘടകങ്ങൾ വിവരിക്കുക, ഉദാഹരണങ്ങൾ നൽകുക എന്നാണ്. അതും നോട്ടിൽ തന്നിട്ടുണ്ട്, നോക്കി പഠിക്കുക. 4 പിരമിഡ് ഓഫ് എനർജി ഈസ് ഓൾവേസ് അപ്രൈറ്റ്. ഡു യു അഗ്രി? എക്സ്പ്ലെയിൻ ദ റീസൺ. ഊർജ്ജത്തിൻ്റെ പിരമിഡ് എപ്പോഴും നിവർന്നു നിൽക്കുന്നു. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? കാരണം വിശദീകരിക്കുക. നോട്ടിൽ തന്നിട്ടുണ്ട്, പഠിക്കുക. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇനി. 1 എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് ഡീകമ്പോസേഴ്സ് ഇൻ ആൻ എക്കോസിസ്റ്റം? ഒരു ആവാസ വ്യവസ്ഥയിൽ വിഘാടകരുടെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുക എന്നാണ്. അതിൻ്റെ ആൻസറും നമ്മൾ നോട്ടിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻസർ നോക്കിയിട്ട് പഠിക്കുക. രണ്ടാമത്തത് ഡിഫറൻഷിയേറ്റ് ഫുഡ് ചെയിൻ ആൻഡ് ഫുഡ് വെബ്. ഭക്ഷ്യശൃംഖലയും ഭക്ഷ്യവെബും വേർതിരിക്കുക എന്നാണ്. അതും 2 ഹെഡിങ്ങിലായിട്ട് നോട്ടിൽ വന്നിട്ടുണ്ട്, നോക്കിയിട്ട് പഠിക്കുക. 3 ഡിസ്ക്രൈബ് ഇക്കോളജിക്കൽ പിരമിഡ്സ് ആൻഡ് ദെയർ ടൈപ്സ്. ആയിട്ടത് ചോദിക്കാം കേട്ടോ. പാരിസ്ഥിതിക പിരമിഡും അതിൻ്റെ വിവിധ തരങ്ങളും വിശദീകരിക്കുക. ആയാലും 4 മാർക്കിന് മാത്രമല്ലേ എഴുതാനുള്ളൂ, പക്ഷേ അത് ആയിട്ട് ചോദിക്കാണ്ട് അത്ര എഴുതിയാലും മതി. ഇനി സെക്കൻഡ് യൂണിറ്റ് ബ്ലോക്ക് 2 യൂണിറ്റ് 2 എന്നുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ്. വാട്ട് ആർ ദ മേജർ ടൈപ്സ് ഓഫ് ഇക്കോസിസ്റ്റം? പ്രധാന ഇനം ആവാസ വ്യവസ്ഥകൾ ഏതെല്ലാമാണ്? ആൻസർ ഭൗമ ആവാസ വ്യവസ്ഥ, ജല ആവാസ വ്യവസ്ഥ, ടെറസ്ട്രിയൽ ആൻഡ് അക്വാട്ടിക് ഇക്കോസിസ്റ്റംസ്. രണ്ടാമത്തത് വിച്ച് ഇക്കോസിസ്റ്റം ഈസ് നോൺ ആസ് കിഡ്നീസ് ഓഫ് ദി എർത്ത്? ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്ന ആവാസ വ്യവസ്ഥ ഏതാണ്? വെറ്റ്ലാൻഡ്സ് ആണ്, അല്ലെങ്കിൽ തണ്ണീർത്തടങ്ങളാണ്. 3 വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഇക്കോസിസ്റ്റം ഓൺ ദ എർത്ത്? ഭൂമിയിലെ ഏറ്റവും വലിയ ആവാസ വ്യവസ്ഥ ഏതാണ്? ആൻസർ മറൈൻ, അല്ലെങ്കിൽ സമുദ്ര ആവാസ വ്യവസ്ഥ. 4 വിച്ച് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓർഗാനിസം ഓഫ് ആൻ എക്കോസിസ്റ്റം? ഒരു ആവാസ വ്യവസ്ഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവികൾ ഏതാണ്? ആൻസർ ഗ്രീൻ പ്ലാന്റ്സ്, അല്ലെങ്കിൽ പച്ച സസ്യങ്ങൾ. 5 വാട്ട് ഈസ് ആൻ എക്കോസിസ്റ്റം? എന്താണ് ഒരു ആവാസ വ്യവസ്ഥ? ആൻസർ പ്രത്യേകവും പ്രകൃതിദത്തവുമായ ക്രമീകരണത്തിൽ ജീവനുള്ളതും അല്ലാത്തതുമായ എല്ലാ വസ്തുക്കളും അടങ്ങിയതാണ് ആവാസ വ്യവസ്ഥ. 6 ഫോറസ്റ്റ്സ് കവർ നിയർലി -million square kilometers ഓഫ് ദ എർത്ത്സ് സർഫേസ്. ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ ഏതാണ്ട് -million square kilometer വനങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. വനത്തിൻ്റെ അളവാണ് 30 to 35 million square kilometer. ഇനി 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് സെക്കൻഡ് യൂണിറ്റിൽ.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം? വിവിധതരം ഭൗമ ആവാസ വ്യവസ്ഥകൾ ഏതെല്ലാമാണ്? നമ്മുടെ ആൻസർ നമ്മൾ നോട്ടിൽ നോക്കിയിട്ട് പഠിക്കുക. രണ്ടാമത്തത്, ഡിസ്ക്രൈബ് ഗ്രാസ് ലാൻഡ്സ്, പുൽമേടുകൾ എന്താണെന്ന് വിവരിക്കാനാണ്. നോട്ടിൽ തന്നിട്ടുണ്ട്, നോക്കി പഠിക്കുക. പിന്നെ ഡിഫൈൻ ഡെസേർട്ട് എക്കോസിസ്റ്റം, മരുഭൂമി ആവാസ വ്യവസ്ഥ നിർവചിക്കുക. അതും നോട്ടിൽ തന്നിട്ടുണ്ട്, നോക്കിയിട്ട് പഠിക്കുക. പിന്നെ നാലാമത്തത്, വാട്ട് ആർ മറൈൻ എക്കോസിസ്റ്റം, എന്താണ് സമുദ്ര ആവാസ വ്യവസ്ഥ? നോട്ടിൽ തന്നിട്ടുണ്ട്, നിങ്ങൾ നോക്കി പഠിക്കുക. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ എക്സ്പ്ലെയിൻ അക്വാട്ടിക് എക്കോസിസ്റ്റം, ജല ആവാസ വ്യവസ്ഥ വിശദീകരിക്കുക എന്നാണ്. കംപ്ലീറ്റ് എഴുതണം കേട്ടോ, നോട്ടിലുണ്ട്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വെറ്റ്ലാൻഡ്സ് ആർ നോൺ ആസ് കിഡ്നീസ് ഓഫ് എർത്ത്, എക്സ്പ്ലെയിൻ, ഭൂമിയുടെ വൃക്കകൾ എന്ന് തണ്ണീർത്തട ആവാസ വ്യവസ്ഥ അറിയപ്പെടുന്നു, വിശദമാക്കുക. അപ്പോൾ തണ്ണീർത്തട ആവാസ വ്യവസ്ഥയെക്കുറിച്ച് വിശദമായിട്ട് എഴുതിയിട്ട് ലാസ്റ്റ് ഇത് ഭൂമിയുടെ വൃക്കകളെന്നും അറിയപ്പെടുന്നു. നമ്മൾ ഇതിലൊക്കെ ചോദിച്ചിരുന്ന അസൈൻമെൻറ്റിനൊക്കെ ചോദിച്ച ചോദ്യമാണ്. ഇനി മൂന്നാമത്തെ യൂണിറ്റാണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വൺ വേർഡാണ്. ഹൂ കോയിൻഡ് ദ ടേം ബയോഡൈവേഴ്സിറ്റി, ജൈവവൈവിധ്യം എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചത് ആരാണ്? ആൻസർ വാൾട്ടർ റോസൻ. 2, ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് സിംപ്സൺ ഇൻഡെക്സ് ഇൻ 1949, 1949 സിംപ്സൺ ഇൻഡെക്സ് അവതരിപ്പിച്ചത് ആരാണ്? ആൻസർ എഡ്വാർഡ് എച്ച് സിംപ്സൺ. 3, ഹൂ ഡെവലപ്ഡ് ഷാനൺ വീനർ ഇൻഡെക്സ്, ഷാനോൺ വീനർ ഇൻഡെക്സ് വികസിപ്പിച്ചത് ആരാണ്? ക്ലൗഡ് ഷാനോൺ. 4, എൻട്രോപ്പി ഓർ ഡിഗ്രി ഓഫ് സർപ്രൈസ് ക്വാണ്ടിഫൈസ് ഇൻ വിച്ച് ഇൻഡെക്സ്? എൻട്രോപ്പി ഓർ ഡിഗ്രി ഓഫ് സർപ്രൈസ് ക്വാണ്ടിഫൈസ് ഇൻ വിച്ച് ഇൻഡെക്സ്? എൻട്രോപ്പി അല്ലെങ്കിൽ ആശ്ചര്യത്തിൻ്റെ അളവ് ഏത് സൂചികയിലാണ് കണക്കാക്കുന്നത്? ആൻസർ ഷാനോൺ വീനർ ഇൻഡെക്സ്. 5, ഹൂ ഡിവൈഡഡ് ദ ഡൈവേഴ്സിറ്റി ഇൻ ടു ആൽഫ, ബീറ്റ ആൻഡ് ഗാമ, വൈവിധ്യത്തിൻ്റെ ആൽഫ, ബീറ്റ, ഗാമ എന്നിങ്ങനെ തരംതിരിച്ചത് ആരാണ്? വൈവിധ്യത്തെ ഈ രീതിയിൽ തരംതിരിച്ചത് ആൻസർ വിറ്റാക്കർ. ഇതിൽ 2 മാർക്കിന് ക്വസ്റ്റ്യൻ ഇല്ല, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ബയോഡൈവേഴ്സിറ്റി, എന്താണ് ജൈവ വൈവിധ്യം അല്ലെങ്കിൽ ജൈവ വൈവിധ്യം നിർവചിക്കുക എന്നാണ് നോട്ടിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ആൽഫ, ബീറ്റ, ഗാമ കൂടി ചേർത്ത് എഴുതണം. രണ്ടാമത്തത്, എക്സ്പ്ലെയിൻ എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി, ആവാസ വ്യവസ്ഥയുടെ വൈവിധ്യം വിശദമാക്കുക എന്നാണ് നോട്ടിൽ തന്നിട്ടുണ്ട്, നോക്കിയിട്ട് പഠിക്കുക. ഇനി നമുക്കതിൽ നിന്ന് എസ് എ ക്വസ്റ്റ്യൻ, ഇനി 2 മാർക്കിന് അതിൽ നിന്ന് ചോദിക്കുകയാണെങ്കിൽ തന്നെ ചോദിക്കുക, വാട്ട് ആർ ദ മെഷേഴ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, ജൈവവൈവിധ്യത്തിൻ്റെ അളവുകൾ എന്തെല്ലാമാണെന്ന് ചോദിക്കാം. പിന്നെ അല്ലെങ്കിൽ 2 മാർക്കിന് ചോദിക്കുക, വാട്ട് ആർ ഹോട്ട്സ്പോട്ട്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, വൈവിധ്യത്തിൻ്റെ ഹോട്ട്സ്പോട്ട് എന്താണ് എന്ന് ചോദിക്കാം. അതേ ചോദിക്കാൻ സാധ്യതയുള്ളൂ 2 മാർക്കിന് കേട്ടോ. ഇനി അതിൽ നിന്നൊരു എസ് എ വരും. റൈറ്റ് ആൻ എസ് എ ഓൺ വാല്യൂസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, ജൈവവൈവിധ്യത്തിൻ്റെ മൂല്യങ്ങളെക്കുറിച്ചൊരു ഉപന്യാസം എഴുതുക എന്നാണ് നോട്ടിൽ തന്നിട്ടുണ്ട്, നോക്കി നിങ്ങൾ പഠിക്കുക കേട്ടോ. ഇനി 4ാമത്തെ യൂണിറ്റ്, ഇന്ത്യ ആസ് എ മെഗാ ഡൈവേഴ്സിറ്റി എന്നുള്ളത് ആണ്. അതിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഡിഫൈൻഡ് ദ ടേം ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ്? ഹോട്ട്സ്പോട്ട്സ് എന്ന ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് എന്ന ആശയം കൊണ്ടുവന്നത്, ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ എന്ന ആശയം കൊണ്ടുവന്നത് ആരാണെന്ന്? ആൻസർ നോർമാൻ മേയേഴ്സ്. 2, ഹൂ ഡെവലപ്ഡ് ദ കോൺസെപ്റ്റ് ഓഫ് മെഗാ ഡൈവേഴ്സ് കൺട്രീസ് ഫസ്റ്റ്? മെഗാ വൈവിധ്യ ആർന്ന രാജ്യങ്ങൾ എന്ന ആശയം ആദ്യമായി വികസിപ്പിച്ചത് ആരാണെന്ന്? ആൻസർ റസ്സൽ മീറ്റർ മിയർ. 3, വിച്ച് ഈസ് ദ മോസ്റ്റ് പ്രിവലൻറ്റ് ഹോട്ട്സ്പോട്ട് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ജൈവവൈവിധ്യത്തിൻ്റെ ഏറ്റവും വ്യാപകമായ ഹോട്ട്സ്പോട്ടുകൾ ഏതാണ്? ആൻസർ വെസ്റ്റേൺ ഘാട്സ്, പശ്ചിമഘട്ടം. 4ാമത്തത്, ദ ഡിഗ്രി ഓഫ് ബയോഡൈവേഴ്സിറ്റി ഇൻക്രീസസ് ടുവാർഡ്സ് ഡാഷ്, ജൈവവൈവിധ്യത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നത് ഡാഷാണ്? ആൻസർ ഇക്വാട്ടർ, ഭൂമധ്യ രേഖയിൽ. 5, വിച്ച് ഈസ് ഡിഫൈൻഡ് ആസ് ആൻ ഇക്കോളജിക്കൽ സ്റ്റേറ്റ് ഓഫ് എ സ്പീഷീസ് ബീയിങ് യുണീക്ക് ടു എ സ്പെസിഫിക് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ? ഒരു പ്രത്യേക ഭൂമിശാസ്ത്രപരമായ സ്ഥാനത്തിന് തനതായ ഒരു സ്പീഷീസിൻ്റെ പാരിസ്ഥിതിക അവസ്ഥയായിട്ട് നിർവചിച്ചിരിക്കുന്നത് എന്താണ് അല്ലെങ്കിൽ ഏതാണ്? ആൻസർ എൻഡമിക് സ്പീഷീസ് അല്ലെങ്കിൽ പ്രാദേശിക സ്പീഷീസ്. 6ാമത്തത്, ഹൗ മെനി ബയോജിയോഗ്രഫിക്കൽ റീജിയൻസ് ആർ ദർ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ എത്ര ജൈവവൈവിധ്യ മേഖലകളുണ്ട്? ആൻസർ 11. 7, ഹൗ മെനി ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് ആർ ദർ ഇൻ ഇന്ത്യ? ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മുന്നേ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇന്ത്യയിൽ എത്ര ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ടുകളുണ്ട് അല്ലെങ്കിൽ ഹോട്ട്സ്പോട്ട് മേഖലകളുണ്ട് എന്നാണ്. സമ്പന്ന മേഖലകൾ, ഹോട്ട്സ്പോട്ട് മേഖല എന്നാൽ സമ്പന്ന മേഖലകളുണ്ട് 36. രണ്ടും ചോദിക്കാം, അപ്പോൾ ചോദിക്കാം, നിങ്ങൾ മാറിപ്പോവരുത് ആൻസർ. ഇനി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന്. ഇന്ത്യ ഈസ് എ മെഗാ ഡൈവേഴ്സിറ്റി കൺട്രി, ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ്. ഇന്ത്യ ഒരു മെഗാ വൈവിധ്യ രാജ്യമാണ്, ഈ പ്രസ്താവന ന്യായീകരിക്കുക. നോട്ടിലുണ്ട്, നോക്കിയിട്ട് പഠിക്കുക. 2, റൈറ്റ് എ നോട്ട് ഓൺ സണ്ടാലാൻഡ്സ്, സണ്ടാലാൻഡിനെ കുറിച്ചൊരു കുറിപ്പ് എഴുതുക. നോട്ടിൽ വന്നിട്ടുണ്ട്, നോക്കി പഠിക്കുക.
3 വാട്ട് ആർ ദ ക്രൈറ്റീരിയ ഓഫ് ഹോട്ട്സ്പോട്ട്സ്, ഒരു ഹോട്ട്സ്പോട്ടിൻ്റെ മാനദണ്ഡം എന്തെല്ലാമാണ്, അതും നോട്ടിൽ തന്നിട്ടുണ്ട്, നോക്കിയിട്ട് പഠിക്കുക. പിന്നെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. ലിസ്റ്റ് ഔട്ട് ദ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ പട്ടികപ്പെടുത്തുക, നോട്ടിലുണ്ട് കേട്ടോ, നോക്കിയിട്ട് പഠിക്കുക. 2 ഡിഫൈൻ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്, ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ട് നിർവചിക്കുക, അതും നോട്ടിൽ തന്നിട്ടുണ്ട്, നിങ്ങൾ നോക്കിയിട്ട് പഠിക്കുക. ഇനി 5ാമത്തെ യൂണിറ്റ്, അതിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പാൻഷൻ ഓഫ് IUCN വികസിത രൂപം. ദ ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ, പ്രകൃതി സംരക്ഷണത്തിനുള്ള അന്താരാഷ്ട്ര യൂണിയൻ. 2ാമത്തത്, വെൻ ഈസ് നാഷണൽ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഡേ ഒബ്സർവ്ഡ്, വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവംശങ്ങളുടെ ദേശീയ ദിനം എപ്പോഴാണ് ആചരിക്കുന്നതെന്ന്. ആൻസർ മെയ് 21. 3, വാട്ട് ഡസ് ക്രിറ്റിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസ് മീൻ, ഗുരുതരമായ വംശനാശ ഭീഷണി നേരിടുന്നവ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നാണ്. ആൻസർ വന്യജീവികളിൽ വംശനാശത്തിൻ്റെ വളരെ ഉയർന്ന അപകട സാധ്യത നേരിടുന്നവ. 4ാമത്തത്, നെയിം ദ അനിമൽ വിച്ച് ഈസ് എൻഡേഞ്ചേർഡ് ആൻഡ് ആൾസോ ദ നാഷണൽ അനിമൽ ഓഫ് ഇന്ത്യ, വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നതും ഇന്ത്യയുടെ ദേശീയ മൃഗവുമായ മൃഗത്തിൻ്റെ പേര് പറയുക എന്നാണ്. ആൻസർ ബംഗാൾ ടൈഗർ എഴുതിയാലും, ബംഗാൾ കടുവ അല്ലെങ്കിൽ കടുവ എന്ന് എഴുതിയാലും ആൻസർ ശരിയാണ്. ഇനി അതിന് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എൻഡമിക് സ്പീഷീസ്, എന്താണ് പ്രാദേശികമായ സ്പീഷീസ്, നോട്ടിലുണ്ട്. 2, വാട്ട് ഈസ് കീസ്റ്റോൺ സ്പീഷീസ്, എന്താണ് കേന്ദ്ര സ്പീഷീസ്, അതും നോട്ടിൽ ഹെഡിങ്ങിൽ തന്നിട്ടുണ്ട്. 3, ഡിസ്കസ് ഹാബിറ്റാറ്റ് ലോസ്, ജൈവവൈവിധ്യ നാശം ചർച്ച ചെയ്യുക, നോട്ടിലുണ്ട്. 4, ഡിസ്ക്രൈബ് മാൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ്, മനുഷ്യ വന്യജീവി സംഘർഷം വിവരിക്കുക, അതും നോട്ടിൽ തന്നിട്ടുണ്ട്. 5, വാട്ട് ഈസ് റേസ് സ്പീഷീസ്, എന്താണ് അപൂർവ സ്പീഷീസ്, നോട്ടിലുണ്ട് കേട്ടോ. റയർ സ്പീഷീസ്, വാട്ട് ഈസ് റയർ സ്പീഷീസ്, എന്താണ് അപൂർവ സ്പീഷീസ്, നോട്ടിൽ ആൻസർ തന്നിട്ടുണ്ട്. 6, വാട്ട് ഈസ് ത്രട്ടൻഡ് സ്പീഷീസ് ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് ടൈപ്പ്, എന്താണ് വംശനാശ ഭീഷണി നേരിടുന്ന ഇനങ്ങൾ, അവയുടെ വിവിധ വിഭാഗങ്ങൾ ഏതെല്ലാമാണ്, അതും നോട്ടിൽ തന്നിട്ടുണ്ട്. 7ാമത്തത്, വാട്ട് ഈസ് ഫൗണ്ടേഷൻ സ്പീഷീസ്, എന്താണ് അടിസ്ഥാന സ്പീഷീസുകൾ, അതും നോട്ടിൽ ആൻസർ ഹെഡിങ്ങിൽ തന്നിട്ടുണ്ട്. 8ാമത്തത്, വാട്ട് ഈസ് ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ്, എന്താണ് ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ് അല്ലെങ്കിൽ മുൻനിര ഇനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഗിവ് ആൻ എക്സാമ്പിൾ, ഒരു ഉദാഹരണം കൊടുക്കുക എന്ന ഉദാഹരണ സഹിതം നോട്ടിൽ തന്നിട്ടുണ്ട്, നിങ്ങൾ നോക്കി എഴുതുക. ഇനി അതിൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 1, വാട്ട് ഈസ് റെഡ് ഡാറ്റ ബുക്ക്, എന്താണ് റെഡ് ഡാറ്റ ബുക്ക് എന്നത്, അടുത്ത ക്വസ്റ്റ്യനാണ് 4 മാർക്കിനുള്ളത്. അത് നിങ്ങൾ നമ്മുടെ നോട്ടിൽ റെഡ് ഡാറ്റ ബുക്ക് എന്ന ഹെഡിങ്ങിൽ തന്നിട്ടുണ്ട്, നോക്കിയിട്ട് പഠിക്കുക. ഇനി അതിലെ ലാസ്റ്റ് യൂണിറ്റ് 6ാമത്തെ യൂണിറ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മെൻഷൻ ആൻ എക്സാമ്പിൾ ഓഫ് എക്സൈറ്റീവ് കൺസർവേഷൻ, മുൻകാല സംരക്ഷണത്തിന് ഉദാഹരണം നൽകുക. ആൻസർ സീഡ് ബാങ്ക് അല്ലെങ്കിൽ വിത്ത് ബാങ്ക്. 2, ഇൻ വിച്ച് ഇയർ വാസ് പ്രൊജക്റ്റ് ടൈഗർ ലോഞ്ച്ഡ്, പ്രൊജക്റ്റ് ടൈഗർ പദ്ധതി സ്ഥാപിച്ച വർഷം 1973 ആണ്. ആൻസർ. 3ാമത്തത്, ഇൻ വിച്ച് ഇയർ വാസ് പ്രൊജക്റ്റ് എലഫൻറ്റ് ലോഞ്ച്ഡ്, എന്നാണ് പ്രൊജക്റ്റ് എലഫൻറ്റ് സ്ഥാപിച്ചത്. ആൻസർ 1992. 4, വിച്ച് ഏജൻസി ലോഞ്ച്ഡ് മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം, മനുഷ്യനും ബയോസ്ഫിയർ പ്രോഗ്രാമും ആരംഭിച്ച ഏജൻസി ഏതാണ്. ആൻസർ യുനെസ്കോ, UN കീഴിലുള്ള യുനെസ്കോ 1971. 5, ചിലിക്ക ലേക്ക് ബേർഡ് സാങ്ച്വറി ഈസ് ഇൻ വിച്ച് സ്റ്റേറ്റ്, ചിലിക്ക തടാക പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ്. ആൻസർ ഒഡീഷ, പഴയ ഒറീസ. 6, കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് ഈസ് ഇൻ വിച്ച് സ്റ്റേറ്റ്, കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്. ആൻസർ സിക്കിം. 7, നന്ദാദേവി ബയോസ്ഫിയർ റിസർവ് ഇൻ വിച്ച് സ്റ്റേറ്റ്, നന്ദാദേവി ബയോസ്ഫിയർ റിസർവ് ഏത് സംസ്ഥാനത്താണ്. ഉത്തരാഖണ്ഡിലാണ്. 8, എക്സ്പാൻഷൻ ഓഫ് CITES, സൈറ്റ്സ് എന്ന് നമുക്ക് വായിക്കാം, CITES എന്നതിൻ്റെ പൂർണ്ണ രൂപം എഴുതാനാണ്. ആൻസർ അതെല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒന്നാണ് കേട്ടോ. അതിൻ്റെ ഫുൾ ഇതാണ്, കൺവെൻഷൻ ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ്, കൺവെൻഷൻ ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ്. 9ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ഫസ്റ്റ് നാഷണൽ പാർക്ക് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ പാർക്ക് ഏതാണെന്ന്. ആൻസർ ഹെയ്ലി നാഷണൽ പാർക്ക്, ഹെയ്ലി HAILEY, ഹെയ്ലി നാഷണൽ പാർക്ക്. ഇനി അതിലെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ക്രയോ പ്രിസർവേഷൻ, എന്താണ് ക്രയോ പ്രിസർവേഷൻ എന്നാണ്. നോട്ടിൽ ക്രയോ പ്രിസർവേഷൻ ഹെഡിങ്ങിൽ തന്നിട്ടുണ്ട്, നോക്കിയിട്ട് പഠിക്കുക. 2ാമത്തത്, വാട്ട് ഈസ് ഗ്ലോബൽ 200, വാട്ട് ഈസ് ഗ്ലോബൽ
200. എന്താണ് ഗ്ലോബൽ 200? അതന്നെ ഹെഡിങ്ങിൽ നോട്ടിലുണ്ട്, നോക്കിയിട്ട് പഠിക്കുക. അടുത്തത് ഡിഫറൻഷിയേറ്റ് കൺവർജൻറ്റ് ആൻഡ് ഡൈവർജൻറ്റ് എവല്യൂഷൻ. സംയോജിതവും വ്യത്യസ്തവുമായ പരിണാമത്തെ വേർതിരിക്കുക എന്ന് നോട്ടിലുണ്ട്, തന്നിട്ടുണ്ട് ആൻസർ. പിന്നെ നാലാമത്തെ ഡിഫൈൻ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. ജൈവവൈവിധ്യ സംരക്ഷണം നിർവചിക്കുക, നോട്ടിലുണ്ട്. 5 എക്സ്പ്ലെയിൻ നാഷണൽ പാർക്സ് വിത്ത് എക്സാമ്പിൾസ്. ദേശീയോദ്യാനങ്ങൾ ഉദാഹരണ സഹിതം വിശദീകരിക്കുക, അതും നോട്ടിൽ തന്നിട്ടുണ്ട്. 6 വാട്ട് ഈസ് ഇൻ കോർ സോൺ, ബഫർ സോൺ ആൻഡ് ട്രാൻസിഷൻ സോൺ. കോർ മേഖല, ബഫർ മേഖല, സംക്രമണ മേഖല എന്നിവ എന്താണ്? ആൻസർ അതും അതേ ഹെഡിങ്ങുകളിൽ ഇങ്ങനെ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്, നോക്കിയിട്ട് പഠിക്കുക. പിന്നെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. വാട്ട് ആർ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്? വാട്ട് ആർ ദ റീസൺസ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്? എന്താണ് വന്യജീവി സങ്കേതങ്ങൾ? ഇവ സ്ഥാപിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്? നോട്ടിലുണ്ട് ആൻസർ, നോക്കിയിട്ട് പഠിക്കുക. 2 ഡിഫറൻഷിയേറ്റ് ജീൻ ബാങ്ക്സ് ആൻഡ് സീഡ് ബാങ്ക്സ്. ജീൻ ബാങ്കുകളും വിത്ത് ബാങ്കുകളും വേർതിരിക്കുക എന്നാണ് ആൻസർ, നോട്ടിലുണ്ട്. ഇനി ഇതിൽ നിന്ന് വരുന്ന ഒരു എസ്സേ, റൈറ്റ് ആൻ എസ്സേ ഓൺ ബയോസ്ഫിയർ റിസർവ്സ്. ബയോസ്ഫിയർ റിസർവുകളെക്കുറിച്ചൊരു ഉപന്യാസം എഴുതുക എന്ന്. അപ്പോൾ നോട്ടിലുണ്ട്, നോട്ടിൽ ചെയ്യേണ്ടത് ബയോസ്ഫിയർ റിസർവേഷൻ എന്ന ഹെഡിങ്ങിൽ വരുന്ന കാര്യങ്ങൾ അങ്ങനെ എഴുതി പോയിട്ട് ഫീൽഡ്, ജീന്, ബാങ്കുകൾ ഉൾപ്പെടെ അതിൽ എഴുതിയിട്ട് അങ്ങോട്ട് ഫീൽഡ് ജീൻ ബാങ്ക് എന്ന് നമ്മൾ ലാസ്റ്റ് ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ആ ഹെഡിങ് വരെയുള്ള കാര്യങ്ങൾ ചേർത്ത് എഴുതിയാൽ എസ്സേൻ്റെ ആൻസർ ആകും. ഓക്കെ, അപ്പം ഇനി അടുത്തൊരു ബ്ലോക്കുമായിട്ട് നമുക്ക് EVS അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക്സ്.